താങ്കൾ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ്, മന്ത്രി എന്നതിനപ്പുറം വളരെ സീനിയറായ ഒരു നേതാവാണ്. ആ സീനിയറായ ഒരു നേതാവിന്റെ ഭാഗത്തുണ്ടാവേണ്ടുന്ന ഒരു ജാഗ്രത ഈ ഒരു വിഷയത്തിൽ, ഏത് വിഷയത്തിൽ? ഈ കുട്ടിയുടെ മരണത്തിൽ ചെറിയ സമയത്ത് കുറച്ച് സമയത്തേക്കെങ്കിലും പാളിയോ? ഞാൻ മലക്കം മറിഞ്ഞു എന്നാണ് ഇന്നത്തെ വാർത്ത. മന്ത്രി ഇന്ന് തിരുത്തിയപ്പോൾ അല്ല, അപ്പം എനിക്ക് മലക്കം മറിയാൻ അറിയാല്ലേ. ഞാനത് അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് മലക്കം പറയാൻ അറിയില്ല. ഇവിടെ ഉണ്ടായ പ്രശ്നം ഗവൺമെൻറ് സ്പോൺസർ മർഡർ എന്നാണ് ആര് പറഞ്ഞത്? അതവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇവിടുത്തെ സ്ഥാനാർത്ഥി കൂടി പറഞ്ഞത് ദിസ് ഈസ് എ ഗവൺമെൻറ് സ്പോൺസേഡ് മർഡർ എന്ന് പറഞ്ഞാൽ വനം വകുപ്പ് ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നു അത് എന്നതിന് അവരാ മറുപടി പറയുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് അപ്പോൾ അവരങ്ങനെ പറയാൻ എന്താ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംശയമുണ്ട്. രാഷ്ട്രീയമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ പറഞ്ഞത് ആയിരിക്കും, എനിക്ക് ഉറപ്പില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവരേതർത്ഥത്തിലാണ് പറഞ്ഞത്? നിങ്ങൾ നിലമ്പൂരിലുണ്ടായിരുന്നില്ലേ? നിലമ്പൂരിൽ പ്രതിഷേധം തുടങ്ങുന്നതിന് മുമ്പ് മറ്റ് ജില്ലയുടെ പല ഭാഗങ്ങളിലും പ്രതിഷേധം തുടങ്ങിയില്ലേ? അതെങ്ങനെയാണ്? അപ്പോൾ ഈ ഒരു സംഭവം വീണ് കിട്ടിയതുപോലെ ഒരു ഭാഗ്യമായി കരുതി അത് ഏറ്റെടുത്ത് അതിനെ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയത് നിലമ്പൂരിലും കേരളത്തിലും UDF ആണ്. LDFും വനമന്ത്രിയും അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചിട്ടേയില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇവിടെ ഈ പ്രചാരണത്തിനൊക്കെ വരുമ്പോൾ? അല്ല, അത് പ്രതിഷേധം ഉണ്ടോ ഇല്ലയെന്ന് അവരല്ലേ തീരുമാനിക്കണ്ടേ. പ്രതിഷേധത്തെ ഭയന്നല്ലല്ലോ നമ്മൾ പ്രതിഷേധമുണ്ട്, പ്രതിഷേധക്കാർക്ക് പ്രതിഷേധിക്കാനുള്ള അധികാരമുണ്ട്. ഈ ജനാധിപത്യ രാജ്യത്ത്, സംസ്ഥാനത്ത് പ്രതിഷേധിക്കാനുണ്ട്. പ്രതിഷേധങ്ങളെ ഒന്നും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ഗവൺമെൻറ്റല്ല. അതൊക്കെ പൗരന്മാരുടെയും സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അവകാശമാണ്. ആ അവകാശം അവർ നല്ല നിലയിൽ വിനിയോഗിക്കുന്നത് സന്തോഷമേ ഉള്ളൂ. ഈ വന്യജീവി സംഘർഷത്തിലെ കേരളത്തിന് കിട്ടുന്ന യഥാർത്ഥമായ അവകാശം ഉപയോഗിക്കുന്നില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. കേരളം അതിൻ്റെ അവകാശങ്ങൾ കൃത്യമായി വിനിയോഗിക്കുന്നില്ല. വന്യമൃഗങ്ങളെ കൊല്ലാൻ ലളിതമായ നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. ആ നടപടിക്രമങ്ങൾ അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രി ഇന്നും ആവർത്തിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾക്ക് നിലമ്പൂരിൽ പോകാം, പക്ഷേ വടപറമ്പ് പാലം കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വന്യജീവി സംരക്ഷണ നിയമത്തിലെ 13ാമത് വകുപ്പിലെ ഉപവകുപ്പ് പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തമ വിശ്വാസത്തോടുകൂടി കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം വെടിവെക്കാൻ ഉത്തരവ് നൽകാൻ അധികാരമുള്ളതാണ്. ഈ അധികാരം ഉപയോഗിച്ചാണ് ഞങ്ങളെന്താ ചെയ്തത്? ഈ അധികാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ഡെലിഗേറ്റ് ചെയ്യുകയും അവരെ മജിസ്ട്രേറ്റിന് തുല്യമായ പദവിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിൽ 5000-ത്തിലധികം കാട്ടുപന്നികളെ വെടിവെച്ചിട്ടുണ്ട്. പക്ഷേ ആ അധികാരം ഡെലിഗേറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാൽ ചില ഗ്രാമപഞ്ചായത്തുകൾ ആ അധികാരം വിനിയോഗിക്കുന്നതിൽ വിമുഖത കാണിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് വഴിക്കടവിൽ കാട്ടുപന്നി ശല്യം ഉണ്ട് എന്ന് അവർക്കറിയാലോ, ആർക്കും അറിയില്ലെങ്കിൽ. ആ കാട്ടുപന്നികളെ അവരുടെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ എത്ര കാട്ടുപന്നികളെ വെടിവെച്ചിട്ടുണ്ട്? ആ അധികാരം പ്രയോഗിക്കാതിരുന്ന പഞ്ചായത്തുകളിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് ദൗർഭാഗ്യവശാൽ വഴിക്കടവ് പഞ്ചായത്ത്. പഞ്ചായത്തിനെ ഞാൻ ആക്ഷേപിക്കുകയല്ല, പഞ്ചായത്ത് ഭരണസമിതിയെ മാത്രമേ ഞാൻ ആക്ഷേപിക്കുന്നുള്ളൂ.